പൂവടയ്ക്ക് വേണ്ടി മാവ് കുഴയ്ക്കാനാണ് ഈ പാത്രം എടുത്തിരിക്കുന്നത്. ഒരു അടി കുഴിഞ്ഞ ഒരു ചരുവമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി, ഒരു 1/4 കിലോ അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് നല്ലതുപോലെ തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെട്ടി തിളയ്ക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലേ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാം. തീ പാറണം. അതേപോലെയാണ് ചൂടുവെള്ളം വേണ്ടത്. നല്ലതുപോലെ തിളച്ച് മറിയുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചുകൊണ്ട് വരാം. അടയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. പൂവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഏലക്ക, പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചുക്ക്. ഇത്രയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ചെടുത്തു. ഇനി നമുക്കത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂവട തയ്യാറാക്കുന്നത്. അപ്പം അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയും വേണ്ടത് ശർക്കരയാണ്. ശർക്കര പാവ് കാച്ചി ഉരുക്കി വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ശർക്കരയും മറ്റുള്ള ചേരുവകളും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. പൂവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ചേരുവകൾക്കും നല്ലൊരു ടേസ്റ്റാണ്. തിന്ന് നോക്കണം. ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ചേരുമ്പോൾ വളരെ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് പൂവട എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് പൂവടയ്ക്ക് ഇല വാട്ടിയെടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇല വാട്ടിയെടുക്കുന്നത്. ഒന്ന് പൊക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് പൊക്കി വെച്ചിട്ട് വേണം വാട്ടാൻ. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും, നമ്മൾ അറിയത്തില്ല. ഇതേപോലെ ഓരോ ഇലകളും വാട്ടി എടുക്കണം. അപ്പോൾ ഇലയെല്ലാം വാട്ടി എടുത്തു കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഇല വാട്ടിയെടുക്കണം. ഇനി നമുക്കിത് ഒരു അടയുടെ പരുവത്തിന് കീറിയെടുക്കാം. അട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇഡ്ഡലിക്കുട്ടമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ പോകുന്നത് ഒരു തട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഗ്യാസ് കത്തിക്കാം. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അട ഉണ്ടാക്കി ഇതിലേക്ക് വയ്ക്കാം. അട ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് വയ്ക്കുക. അതിനുശേഷം മാവ് കുഴയ്ക്കാൻ തുടങ്ങാം. മാവ് ഇതേപോലെ കുഴച്ചെടുക്കുക. ഇനിയിപ്പം നമുക്ക് ഇലയിലേക്ക് പരത്തി കൊടുക്കാം. നമ്മൾ ഇല എടുത്ത് വെച്ചു. ഇനി നമുക്ക് മാവ് എടുക്കാം. മാവ് ആവശ്യത്തിനെടുക്കുക. കൈ വെള്ളത്തിൽ മുക്കുക. എന്നിട്ടിങ്ങനെ പരത്തി കൊടുക്കുക. നല്ലതുപോലെ പരത്തി കൊടുക്കുക. ഇടയ്ക്ക് വെള്ളം വേണമെങ്കിൽ എടുക്കുക. വെള്ളം ഒരുപാടായ അട ചീത്തയായി പോകും. മാവ് കുറച്ചുകൂടെ എടുത്ത് കുഴയ്ക്കുക. വളരെ തിന്നായിട്ട് വേണം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ചേരുവകളെല്ലാം കൂടെ കുഴച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് അട മടക്കുക. മടക്കി ഈ ഒരു വശം മടക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ എല്ലാ അടകളും ഉണ്ടാക്കിയെടുക്കാം. പൂവടയെല്ലാം ഉണ്ടാക്കി ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സമയം ഇത് ആവി കയറ്റി എടുക്കുകയാണ്. അതിൻ്റെ മൂടി കൊണ്ട് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ മൂടി നമുക്കൊന്ന് എടുത്ത് മാറ്റാം. നല്ല ആവി പറക്കുന്നുണ്ട്. അട വെന്തോ എന്ന് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ അട വേകാനുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ പൂവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടപ്പ് മാറ്റി നോക്കാം. ഒരു പൂവട നമുക്കിതിന് എടുക്കാം. നാളെ ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. നല്ലൊരു റെസിപ്പിയാണിത്. പൂവട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടാണ്. ഞാൻ നിങ്ങളെ കുറച്ചൊന്ന് എടുത്ത് വയ്ക്കും. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. താങ്ക് യു.